പാലക്കാട് ഫേമസായ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളിന്ന് പോകുന്നത് അവിടേക്കല്ല. പാലക്കാട് പുറം ലോകമായിട്ട് അധികം ബന്ധമില്ലാത്ത എന്നാൽ ഒരുപാട് മനോഹരമായ കുറേ സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പാലക്കാട് എലവഞ്ചേരിയിലുള്ള ഒരു ചെറിയ ഗ്രാമമായ പനങ്ങാട്ടിലേക്ക് വന്നതായിരുന്നു ഞാൻ. അപ്പോൾ രാവിലെ 6 മണിക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു ചെറിയ ചായക്കട, അതെനിക്ക് നല്ല ഇഷ്ടമായി. ആ പഴയ കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ആ ചായക്കട കണ്ടപ്പോൾ അവിടെ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്നു. അതൊരു ജംഗ്ഷനായിരുന്നു. അവിടെ 2 ചേട്ടന്മാർ ഇരുന്ന് ബീഡി വലിക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ 1990-കളിലെ ഒരു കേരളം ഓർമ്മ വന്നു. അവിടെ ഒരു ശിവക്ഷേത്രവും പിന്നെ ഒരു താമരക്കുളവും ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന പാട്ട് ആ രാവിലെ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഈ താമരക്കുളത്തിൽ ഒരുപാട് താമരകളുണ്ടാവും, പക്ഷേ ഇപ്പോൾ അതൊന്നും പൂത്തിട്ടില്ല. അവിടെ കുറേ കുളക്കോഴികളും കൊക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക പോസിറ്റീവ് ഫീലാണ്. കാരണം അവിടുത്തെ അമ്പലത്തിലെ പാട്ടും പിന്നെ അതുപോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളും. ആ താമരയുടെ ഇലയിൽ ഒരു ചെറിയ മീൻ നീന്തുന്നുണ്ടായിരുന്നു. ഈ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ മറ്റൊരു കുളമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുളം ലക്ഷ്യമാക്കി പോയി. ഈ കുളത്തിൽ മീനുകൾ വളർത്താൻ വിടുന്നുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് 2 ചെറിയ കുട്ടികൾ അവിടെ നീന്തി കുളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കറിയില്ലല്ലോ അവരവരുടെ ബാല്യം മനോഹരമാക്കുന്നത്. ആ കുളത്തിനോട് ചേർന്ന് ഒരു ചെറിയ പുര കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മീൻ വളർത്താൻ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനാണത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ അടുത്ത് കണ്ടൊരു പാറയുടെ മേലെ കൂടെ പോയി. അവിടെ നല്ലൊരു ഈവനിങ് സ്പോട്ടായിട്ട് തോന്നി. ആ നല്ല നീല ആകാശവും പിന്നെ മലൻ്റെ ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയായിരുന്നു. അവിടെ കാണുന്ന ആ മരങ്ങൾക്കപ്പുറം കുറേ മീൻ വളർത്താൻ വിടുന്ന കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ ഒരുപാട് പരുന്തുകളും കാക്കകളും ഒക്കെ വട്ടോട്ട് പറക്കാറുണ്ട്. പിന്നെ അവിടെ കണ്ടൊരു കള്ള് ഷാപ്പ്, അത് വളരെ മനോഹരമായി തോന്നി. അത് പൂട്ടിയിരുന്നു. പക്ഷേ ആ പാടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന കള്ള് ഷാപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നീട് കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഒരു കളം കണ്ണിപ്പെട്ടത്. ഇത് നെല്ലൊക്കെ കൂട്ടിയിടാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലിംഗ്. അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കളത്തിൻ്റെ ബാക്കിലൂടെ പോയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. നെൽപ്പാടങ്ങളും പനകളും അങ്ങനെ തനി പാലക്കാടൻ കാഴ്ചയായിരുന്നു അത്. പാലക്കാട് പൊതുവെ നെൽപ്പാടങ്ങളാണെങ്കിലും ഇത് പഞ്ചായത്ത് എലവഞ്ചേരി പഞ്ചായത്താണ്. എലവഞ്ചേരിയിൽ ഒരുപാട് പച്ചക്കറി കൃഷിക്കാരുണ്ട്. അവിടെ പാവയ്ക്കയുടെ ഒരു തോട്ടമായിരുന്നു. പാവയ്ക്ക കൃഷിക്കുള്ള പന്തലൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെൽപ്പാടങ്ങളും പാവയ്ക്ക കൃഷിയും പനകളും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയും. എന്ത് മനോഹരമായ കാഴ്ചയാണിത്. കേരളത്തിലെ പച്ചക്കറി ഗ്രാമം എന്നാണ് നമ്മുടെ എലവഞ്ചേരി അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് പച്ചക്കറി കൃഷിക്കാരുണ്ട്. ഇവിടെ പാവയ്ക്ക മാത്രമല്ല കേട്ടോ, ഇവിടെ മത്തങ്ങയുണ്ട്, അതുപോലെ തന്നെ പടുവലങ്ങ, പയർ, അങ്ങനെ ഇവിടെ എല്ലാ പച്ചക്കറികളും എലവഞ്ചേരിയിൽ കൃഷി ചെയ്യാറുണ്ട്. നടക്കാനുള്ള വരമ്പുകളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നെല്ലിയാമ്പതി മലനിരകൾ കാണാം. നെല്ലിയാമ്പതിയുടെ ബാക്കിലാണ് നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്ത്. കൃഷിക്കാവശ്യമായ വെള്ളമാണ് ഈ തോട്ടിലൂടെ വരുന്നത്. ഇവിടുത്തെ കർഷകർക്ക് ഈ തോട് വളരെ ഉപകാരമാണ്. അങ്ങനെ ഈ പാടങ്ങളുടെയും തോടുകളുടെയും എല്ലാം ഭംഗിയെല്ലാം ആസ്വദിച്ച് തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു ചേട്ടൻ പാവയ്ക്ക വിൽക്കാനായിട്ട് അടുക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകൾ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ കാച്ചാംകുറിശി അമ്പലത്തിലേക്ക് പോയി. ആ അമ്പലം ഇവിടുത്തെ ഒരു ഫേമസ് അമ്പലമാണ്. അവിടുത്തെ അന്തരീക്ഷം ഒന്നും പറയാനില്ല. എന്ത് രസമാണ് ഈ നാട്. എത്ര കണ്ടാലും മടുക്കാത്ത
ഈ നാടും ഈ നാട്ടിലെ കാഴ്ചകളും ഈ നാട്ടിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.